ഓക്കെ, പലർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് സംശയമല്ല, പ്രോബ്ലമാണ്. അതായത് മുട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത് വരും ചില പേഷ്യൻസ്. ഇപ്പോൾ 2 വർഷം മുന്നേ മുട്ട് മാറ്റി വെച്ചതാണ്, അല്ലെങ്കിൽ 6 മാസം മുന്നേ മുട്ടിൻ്റെ അകത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തു, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തു, അല്ലെങ്കിൽ പല മെഡിസിൻസും കഴിച്ചു. എന്താണ് മുട്ടുവേദന മാറിപ്പോകുന്നത്? അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഞാൻ തരാം. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ മിസ്ഡയഗ്നോസ്ഡ് ആവുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന. നമ്മൾ പലരും പറയും മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ തേയ്മാനം കൊണ്ട് തന്നെയാണ്, ഒരു ഏജ് കഴിഞ്ഞ തേയ്മാനാണ്. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് എനിക്ക് മുട്ട് തേയ്മാനാണെന്നുണ്ടോ വരിക. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ ബുദ്ധിമുട്ട് ഇത് ഇവിടെയാണ് വേദന, തൊടയുടെ മേലെയാണ് വേദന, പക്ഷെ മുട്ട് തേയ്മാനാണ്. അപ്പോൾ അത് വേറെ അണ്ടർലൈങ് റീസൺസ് പലപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ മുട്ടിനെ ചികിത്സിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പല പേഷ്യൻസും വന്നിട്ട് പറയും ഇതുപോലെ മുട്ടൊന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എൻ്റെ വേദന മാറിയേനെ. ഞാൻ പറയും നിങ്ങളത് ചെയ്യണ്ട. കാരണം നിങ്ങളുടെ പ്രശ്നം മുട്ടിൻ്റെ അകത്തല്ല, മുട്ടിൻ്റെ മേൽഭാഗത്ത് ഉള്ള മസിൽസോ നരമ്പുകളോ അല്ലെങ്കിൽ നട്ടലിൻ്റെ അകത്തുള്ള കേടുപാടുകൊണ്ടോ ആയിരിക്കാം ഒരു പരിധിവരെ പലർക്കും വേദന വരുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇന്നതാണ് റീസൺ എന്ന് കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ മുട്ട് തേയ്മാനം ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ മുട്ടിൻ്റെ അകത്തൊരു കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളിലേക്ക് കിടന്നാൽ അതിനൊരു നല്ല റിസൾട്ട് വരും. നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുക ഒരു 50+ നോക്കും നമ്മൾ പരമാവധി. അത് ഒരുപാട് യങ് ഏജിൽ ചെയ്യാണ്ട് നോക്കും. കാരണം നമ്മൾ ഈ വെക്കുന്ന ഈ ഇംപ്ലാന്റിന് ഒരു വേറെ ടയറും അതിനൊരു ലൈഫും കാര്യങ്ങളൊക്കെ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ട് കമ്പനിക്കാർ പറയും. ഇത് ഉണ്ടാക്കുന്ന ഒരു മേജർ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഇതിനൊക്കെ ഒരു ലൈഫ് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് യങ് ഏജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 75-65 ഒക്കെ കഴിയുമ്പോഴും ചിലപ്പോൾ അതിന് വീണ്ടും കേടുപാട് വരാനും പിന്നെ അത് വീണ്ടും റീപ്ലേസ്മെൻറ്റ്, വീണ്ടും ഒരു സർജറി, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ 50+ ചെയ്യാൻ പറയും.